ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുള്ള 55 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ എന്നറിയപ്പെട്ടിരുന്ന റോമൻ പ്രവിശ്യ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം ഏഷ്യ മൈനറിൽ. ചോദ്യം 2. ഏഷ്യ മൈനർ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? ഉത്തരം ആധുനിക തുർക്കിയുടെ. ചോദ്യം 3. എവിടെ വെച്ചാണ് പൗലോസ് ഗലാത്യയിലെ സഭകൾക്കുള്ള ലേഖനം എഴുതിയതെന്നാണ് പ്രബലമായ അഭിപ്രായം? ഉത്തരം എഫേസോസിലോ മക്കെദോനിയയിലോ വെച്ച്. ചോദ്യം 4. ഏത് കാലഘട്ടത്തിലാണ് ഗലാത്യക്കാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത്? ഉത്തരം AD 53-നും 58-നും ഇടയ്ക്ക്. ചോദ്യം 5. ഗലാത്യയിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? ഉത്തരം യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 6. നിയമത്തിൻ്റെ ആധിപത്യകാലം അവസാനിച്ചു, പകരം എന്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്? ഉത്തരം ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാര്യത്തിൻ്റെ. ചോദ്യം 7. യഹൂദ ക്രിസ്ത്യാനികൾ യഹൂദേതര ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികളാകാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഉത്തരം മോശയുടെ നിയമം അനുസരിക്കണം, യഹൂദാചാരം പാലിക്കണം, പരിച്ഛേദനം സ്വീകരിക്കണം. ചോദ്യം 8. ആരാണ് പൗലോസിൻ്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? ഉത്തരം യഹൂദാചാരവാദികൾ. ചോദ്യം 9. എന്തുകൊണ്ടാണ് പൗലോസിന് അപ്പസ്തോലാധികാരം ഇല്ല എന്ന് യഹൂദാചാരവാദികൾ പറഞ്ഞത്? ഉത്തരം മോശയുടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയതിനാൽ. ചോദ്യം 10. ദൈവത്തിൽ നിന്നുള്ള എന്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ് ആരംഭിച്ചിരിക്കുന്നത്? ഉത്തരം പുത്രത്വ സ്വീകാര്യത്തിൻ്റെ. ചോദ്യം 11. തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? ഉത്തരം തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള തെളിവുകൾ. ചോദ്യം 12. നിയമാനുഷ്ഠാനം വഴിയല്ല, വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിയത് എന്തൊക്കെ മുഖേനയാണ്? ഉത്തരം ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിൻ്റെ മാതൃകയും. ചോദ്യം 13. ക്രിസ്ത്യാനി എന്തിനു വിധേയനായി യഹൂദനാകാനാണ് യഹൂദ ക്രിസ്ത്യാനി നിർബന്ധിച്ചത്? ഉത്തരം പരിച്ഛേദനത്തിന്. ചോദ്യം 14. ആർക്ക് വിധേയരായി ജീവിക്കാനാണ് പൗലോസ്ലീഹ ഗലാത്യരോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിന്. ചോദ്യം 15. എന്ത് കാത്തു സൂക്ഷിക്കണമെന്നാണ് പൗലോസ്ലീഹ ഗലാത്യരെ അനുസ്മരിപ്പിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. ചോദ്യം 16. പൗലോസ്ലീഹ ഗലാത്യ വിട്ടതിന് ശേഷം അബദ്ധപ്രബോധനങ്ങൾ വഴി ആ സഭയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആരാണ്? ഉത്തരം യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 17. ഒരാൾ ക്രിസ്ത്യാനി ആകണമെങ്കിൽ എന്ത് അനുസരിക്കണമെന്നാണ് യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞത്? ഉത്തരം മോശയുടെ നിയമങ്ങൾ. ചോദ്യം 18. വിശുദ്ധ പൗലോസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയത് ആര്? ഉത്തരം യഹൂദാചാരവാദികൾ. ചോദ്യം 19. വിശുദ്ധ പൗലോസ് ആർക്കു വേണ്ടി സുവിശേഷത്തെ ലഘൂകരിച്ചു എന്നാണ് യഹൂദാചാരവാദികൾ വാദിച്ചത്?
ഉത്തരം വിജാതീയ ക്രിസ്ത്യാനികൾക്കു വേണ്ടി. ചോദ്യം 20 നിയമാനുഷ്ഠാനം വഴിയല്ല, മറിച്ച് എന്തുമൂലമാണ് മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വിശ്വാസം മൂലം. ചോദ്യം 21 വിശ്വാസം മൂലം നീതിമാനായി പരിഗണിക്കപ്പെട്ടതിൻ്റെ മാതൃക ആരാണ്? ഉത്തരം അബ്രാഹം. ചോദ്യം 22 എന്തിൻ്റെ ആധിപത്യകാലം അവസാനിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിയമത്തിൻ്റെ. ചോദ്യം 23 എങ്ങനെയാണ് പൗലോസ് തൻ്റെ ലേഖനം ഉപസംഹരിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഗലാത്യക്കാരെ അനുസ്മരിച്ചുകൊണ്ട്. ചോദ്യം 24 തൻ്റെ അപ്പസ്തോലത്വം ലഭിച്ചിരിക്കുന്നത് ആര് മുഖേനയെന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? ഉത്തരം യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവപിതാവും മുഖേന. ചോദ്യം 25 പൗലോസിന് ലഭിച്ചിരിക്കുന്ന അപ്പസ്തോലത്വം ആര് മുഖേനയല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം മനുഷ്യൻ മുഖേന. ചോദ്യം 26 യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്? ഉത്തരം അപ്പസ്തോല സ്ഥാനം. ചോദ്യം 27 ഗലാത്യക്കാർക്കുള്ള ലേഖനം ആരൊക്കെ കൂടിയാണ് എഴുതിയത്? ഉത്തരം അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള എല്ലാ സഹോദരരും ചേർന്ന്. ചോദ്യം 28 പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്ത്? ഉത്തരം കൃപയും സമാധാനവും. ചോദ്യം 29 ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭീഷ്ടമനുസരിച്ചാണ്? ഉത്തരം പിതാവായ ദൈവത്തിൻ്റെ. ചോദ്യം 30 തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് ക്രിസ്തു എന്ത് ചെയ്തു? ഉത്തരം അവിടുന്ന് തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 31 പൗലോസ് ഗലാത്യയിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നത് എന്തിനാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വിളിച്ചവനെ ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിനെക്കുറിച്ച്. ചോദ്യം 32 ഗലാത്യയിലെ സഭയിൽ ചിലർ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്? ഉത്തരം ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. ചോദ്യം 33 പൗലോസ് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ശപിക്കപ്പെട്ടവനാകും. ചോദ്യം 34 അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലോസ് ആരെ ഉദ്ദേശിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം പൗലോസ് പ്രസംഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെക്കുറിച്ച്. ചോദ്യം 35 പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഉത്തരം മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നത് കൊണ്ട്. ചോദ്യം 36 മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാസനാകുമായിരുന്നില്ല. ചോദ്യം 37 പൂരിപ്പിക്കുക. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഡാഷ് എന്നും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉത്തരം മാനുഷികമല്ല. ചോദ്യം 38 പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 39
യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ചതെന്തായിരുന്നു? ഉത്തരം: പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. ചോദ്യം 40. ഗലാത്യ 1:8 സമാനമായ പുതിയ നിയമവാക്യമേത്? ഉത്തരം: 2 കൊറിന്തോസ് 11:4. ചോദ്യം 41. പൗലോസിൻ്റെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു? ഉത്തരം: ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട്. ചോദ്യം 42. പൗലോസ് ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് എപ്പോഴായിരുന്നു? ഉത്തരം: യഹൂദമതത്തിൽ ആയിരുന്നപ്പോൾ. ചോദ്യം 43. പൗലോസിൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ എന്തു കാര്യത്തിലാണ് പൗലോസ് മുൻപന്തിയിൽ ആയിരുന്നത്? ഉത്തരം: യഹൂദമത കാര്യങ്ങളിൽ. ചോദ്യം 44. ദൈവം പൗലോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ഉത്തരം: മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ചോദ്യം 45. ദൈവം പൗലോസിനെ തൻ്റെ കൃപയാൽ വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ചോദ്യം 46. ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസിന് വെളിപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം എങ്ങോട്ടാണ് പോയത്? ഉത്തരം: അറേബ്യയിലേക്ക്. ചോദ്യം 47. അറേബ്യയിലേക്ക് പോയ പൗലോസ് തിരിച്ചു വന്നത് എങ്ങോട്ടേക്കാണ്? ഉത്തരം: ദമാസ്കസിലേക്ക്. ചോദ്യം 48. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: 3 വർഷങ്ങൾക്ക് ശേഷം. ചോദ്യം 49. പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാനായിരുന്നു? ഉത്തരം: കേഫായെ കാണാൻ. ചോദ്യം 50. ജെറുസലേമിൽ പൗലോസ് കേഫായോടൊപ്പം എത്ര ദിവസം താമസിച്ചു? ഉത്തരം: 15 ദിവസം. ചോദ്യം 51. കേഫായെ കൂടാതെ ഏത് അപ്പസ്തോലനെയാണ് ജെറുസലേമിൽ വെച്ച് പൗലോസ് കണ്ടത്? ഉത്തരം: യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ. ചോദ്യം 52. ഗലാത്യക്കാർക്ക് എഴുതുന്ന കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് സാക്ഷി ആരാണെന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: ദൈവം. ചോദ്യം 53. ഗലാത്യ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 24 വാക്യങ്ങൾ. ചോദ്യം 54. ഗലാത്യ 1-ാം അധ്യായത്തിൻ്റെ 3-ാം തലക്കെട്ട് എന്ത്? ഉത്തരം: അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 55. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സമാനവാക്യം ഗലാത്യ ഏത്? ഉത്തരം: ഗലാത്യ 1:15. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.